സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് MCO 01 എന്ന സബ്ജക്റ്റിൻ്റെ 6th യൂണിറ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ എന്ന ചാപ്റ്ററാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് പെർസെപ്ഷൻ? പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിസീവിങ് ഇൻഫർമേഷൻ ത്രൂ സെൻസസ് ഈസ് നോൺ ആസ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ്. എങ്ങനെയുള്ള പ്രോസസ്സാണ്? സെൻസസിലൂടെ, നമ്മളെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം വേറൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ അതർ വേർഡ്സ്, വെൻ we collect information using our sense organs such as eyes, ears, nose, skin and tongue is called perception. നമ്മളെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? ഐസ്, ഇയേഴ്സ്, നോസ്, സ്കിന്ന്, ടങ്, ഇതൊക്കെയാണല്ലോ നമ്മളെ സെൻസ് ഓർഗൻസ്. ഈ സെൻസ് ഓർഗൻസ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. Perception may be defined as the process by which an individual receives information about his environment by seeing, hearing, feeling, tasting and smelling. ഇപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിംഗ് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് പെർസെപ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. അത് ഒരു ഇൻഡിവിജ്വലിന് കാണുന്നതിലൂടെയോ കേൾക്കുന്നതിലൂടെയോ ഫീലിങ്സിലൂടെയോ അല്ലെങ്കിൽ രുചിയിലൂടെയോ മണത്തിലൂടെയൊക്കെ, നമ്മുടെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? സീയിങ് കണ്ണ്, ഹിയറിങ് ചെവി, അതേപോലെ ഫീലിങ് സ്കിന്ന്, ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടങ്, സ്മെല്ലിങ് നോസ്. ഈ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെയാണ് കിട്ടുക? അത് സീയിങ്ങിലൂടെയും ഹിയറിങ്ങിലൂടെയും ഫീലിങ്ങിലൂടെയും ടേസ്റ്റിങ്ങിലൂടെയും സ്മെല്ലിങ്ങിലൂടെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള എൻവിറോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ആണ്, എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള പെർസെപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഷേപ്പിംഗ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ കാണുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ കുട്ടിയായപ്പോൾ തൊട്ടേ നമ്മളെ മുതിർന്നവരെന്താണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തതും നമ്മൾ കാര്യങ്ങൾ കണ്ടുപഠിച്ചതും. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ കേട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇപ്പോൾ ചീത്ത കാര്യങ്ങൾ കേട്ടാണ് വളരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി അൺഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും മാറുക. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഷേപ്പിംഗ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺട്രോൾ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ആളുടെ ഹിയറിങ്ങിലൂടെയോ അല്ലെങ്കിൽ കാണുന്നതിലൂടെയോ ഇപ്പം ആൾ നല്ലൊരു ഗെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അയാളൊരു വലിയ NRI കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളെ ഹ്യൂമൻ ബിഹേവിയർ മാറ്റാം. ഇനി അയാൾ കാണാനിപ്പോൾ ലുക്കിലുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ പോലെ അയാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസേഷൻ്റെ അടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഹെൽപ്സ് ആൻ ഇൻഡിവിജ്വൽ ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം ദ എൻവിറോൺമെൻറ്റിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് ചേഞ്ചിങ് എൻവിറോൺമെൻറ്റ്. ഈ ഒരു ഇത് ഇൻഡിവിജ്വലിനെ എൻവിറോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് എഫക്ട്സ് ദ ഔട്ട്കം ഓഫ് അവർ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. അത് നമ്മുടെ ബിഹേവിയർ പെർഫോമൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. ഔട്ട്കമായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി പെർസെപ്ഷൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സ്റ്റേജ് 1 ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ ദിസ് സ്റ്റേജ് ഇൻഫർമേഷൻ ഈസ് ഗാതേർഡ് ത്രൂ സെൻസസ് അബൌട്ട് ഒബ്ജക്ട്സ്, ഇവൻറ്റ്സ്,
പീപ്പിൾ എക്സെട്ര. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇൻഫർമേഷന് സെൻസ് ഓർഗൻസ് വഴിയിട്ട് നമ്മൾ ഓരോരോ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടോ ഇവൻസിനെ കുറിച്ചിട്ടോ പീപ്പിൾസിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഉള്ളിലേക്ക് ഗ്യാദർ ചെയ്യുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് ത്രൂപുട്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഇൻഫർമേഷൻ സെലക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇവൻ്റ് വെച്ച് നമ്മൾ കേൾക്കുവാണ്. അത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാളെ കുറിച്ച് ചീത്തതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേട്ടു. പക്ഷേ അതേസമയം നമ്മൾ വേറൊരു സിറ്റുവേഷനിൽ അന്ന് തന്നെ നമ്മൾ അയാൾ നല്ലൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്തു. ഇനി ത്രൂപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് അതിന് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുകയാണ്. അയാൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ളത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി 3 സ്റ്റേജ് വരുമ്പോൾ സമയത്ത് അത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളുടെ ഒപ്പീനിയൻസ് ആൻഡ് ഫീലിങ്സ് എബൌട്ട് അതേഴ്സ് ഈസ് ഫോംഡ്. അപ്പോൾ ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് അയാളെ കുറിച്ചിട്ട് നമ്മളടുത്തുള്ള നമ്മളെ ഒപ്പീനിയൻ എന്താണ്, ഫീലിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടാവും. പിന്നെ റെസ്പോൺസ് ആൻഡ് ബിഹേവിയർ. ഈ സ്റ്റേജിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ഓർ ബിഹേവ് അക്കോർഡിംഗ് ദെയർ ഇൻഫർമേഷൻ ആർ പെർസീവ്ഡ് അബൌട്ട് അതേഴ്സ്. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അത് നമ്മൾ റെസ്പോൺസിലൂടെയും ബിഹേവിയറിലൂടെയും അയാളെ അറിയിക്കുന്നതാണ് സ്റ്റേജ് 4 വരുന്നത്. അപ്പോൾ ഈ ഒരു 4 സ്റ്റേജസ് ആണ് വരുന്നത്. സ്റ്റേജ് 1 ഇൻപുട്ട്, സ്റ്റേജ് 2 ത്രൂപുട്ട്, സ്റ്റേജ് 3 ഔട്ട്പുട്ട്, സ്റ്റേജ് 4 റെസ്പോൺസ് ആൻഡ് ബിഹേവിയർ. ഇനി പെർസെപ്ഷൻ, പ്രോസസ്സ് ഓഫ് പെർസെപ്ഷൻ. ഇപ്പോൾ പെർസെപ്ഷന് ഒരു പ്രോസസ്സാണ് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പ്രോസസ്സിൻ്റെ 4 സ്റ്റേജസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. പെർസെപ്ച്വൽ ഇൻപുട്സ് പെർസെപ്ച്വൽ ഇൻപുട്സ് ആണ് ഫസ്റ്റത്തെ സ്റ്റേജ് വരുന്നത്. അത് സെൻസേഷൻസ് ആണ്. ഈ ഒരു ഗ്രാഫ്, ഈ ഒരു ഫിഗർ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. പെർസെപ്ച്വൽ ഇൻപുട്സും ഔട്ട്പുട്സും വരുന്നുണ്ട്. അത് ഇവിടെയാണ് പെർസെപ്ച്വൽ ഇൻപുട്സ് വരുന്നത്, പെർസെപ്ച്വൽ ഔട്ട്പുട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നടക്കുന്നതാണ് പ്രോസസ്സ്. ഇപ്പോൾ സെൻസേഷൻസ് ആണ് ഇൻപുട്ടിൻ്റെ താഴെ വരുന്നത്. പെർസെപ്ച്വൽ പ്രോസസ്സിൽ വരുന്നത് സെലക്ടിങ് വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട്, ഇൻ്റർപ്രറ്റിങ് വരുന്നുണ്ട്. നമ്മളെ സ്റ്റേജ് 2 ത്രൂപുട്ട് പറഞ്ഞ സ്റ്റേജിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പെർസെപ്ച്വൽ ഔട്ട്പുട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്, ആളുടെ വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് അത് ബിഹേവിയറിൽ കൊണ്ടുവരുന്നതിനെയാണ് പെർസെപ്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ് ഓഫ് പെർസെപ്ഷന് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ 2021 ജൂണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, മെൻ്റൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ സെൻസ് ഓഫ് ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന, നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ മെൻ്റൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, എക്സ്പീരിയൻസ് ആൻഡ് ഇൻ്റലിജൻസ്. ഇപ്പം നമ്മുടെ മെൻ്റലി ഉള്ള കാര്യങ്ങളാണ് ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും എക്സ്പീരിയൻസും ഇൻ്റലിജൻസൊക്കെ. അതൊക്കെ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങളാണ്, നമ്മൾ മെൻ്റലി ഉള്ള കാര്യങ്ങളാണ്. അത് നമ്മളുടെ പുറത്തുള്ള കാര്യങ്ങളിൽ അത് എഫക്റ്റ് ചെയ്യും. നമ്മൾ പുറത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന കാര്യത്തിലായാലും നമ്മളത് പുറത്തോട്ട് ബിഹേവ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാം നമ്മളത് എഫക്റ്റ് ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിനെ നെഗറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുള്ളൂ. അപ്പോൾ അത് മെൻ്റൽ ഫാക്ടേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് ഫിസിക്കൽ ഫാക്ടേഴ്സാണ്. അപ്പിയറൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഴ്സണാലിറ്റി, ഒക്യുപ്പേഷന്. പുറത്തേക്ക് അയാൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. അയാൾ പുറത്തേക്ക് നല്ലൊരു മനുഷ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല രീതിയിലുള്ളൊരു അപ്രോച്ച് നമുക്ക് ഉണ്ടാക്കും.
അപ്പോൾ അതും ഒരു ഫിസിക്കലായിട്ടുള്ള ഫാക്ടർ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ ഫാക്ടറാണ് നെക്സ്റ്റ് വരുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ ഫാക്ടർ വരുന്നത് ഒരു ഓർഗനൈസേഷന് അതിന് ചുറ്റിപ്പറ്റിയുള്ള സൊസൈറ്റി, കൾച്ചർ, വർക്ക് എൻവിറോൺമെൻറ്റ്, ഫ്രണ്ട് സർക്കിൾ, ഇതെല്ലാം ഒരു പെർസെപ്ഷനെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പെർസെപ്ഷൻ എന്താണെന്ന് നമ്മളൊന്നും കൂടെ ഒന്ന് പറയുകയാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ആളുടെ സെൻസ് ഓർഗൻസ് വഴി റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ ഗ്യാദർ ചെയ്യുന്ന ആ ഇൻഫർമേഷൻ്റെ പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് എഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആളുടെ മെൻ്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, അതേപോലെ ആളുടെ വർക്ക് എൻവിറോൺമെൻറ്റ്, സോഷ്യൽ എൻവിറോൺമെൻറ്റ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സൊക്കെ എഫക്റ്റ് ചെയ്യും. പിന്നെ ബാരിയേഴ്സാണ് അക്യുറേറ്റ് പെർസെപ്ഷൻ. ഈ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ നമുക്ക് കിട്ടാത്തതിൻ്റെ, ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു ബാരിയേഴ്സ് വരുന്നത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tendency to assign attributes to people solely basis on their class or category. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്ക് ഉണ്ടാവും അവരുടെ കാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കളറ്, ഇങ്ങനെയുള്ള വേർതിരിവൊക്കെ അനുസരിച്ചിട്ട് അവരുടെ ക്ലാസ്സിൻ്റെയോ വിഭാഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെ ആട്രിബ്യൂട്ട്സിനൊക്കെ തിരഞ്ഞെടുക്കാൻ, അവരുമായിട്ടുള്ള ഒരു അപ്രോച്ച് മാറ്റിയെടുക്കാനുള്ളൊരു പ്രവണത. പിന്നെ ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടെൻഡൻസി ടു ഡ്രോ ഇംപ്രഷൻ അബൌട്ട് ആൻ ഇൻഡിവിജ്വൽ ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു സിംഗിളായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ, ഒരൊറ്റ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ വെക്കാനുള്ള ഒരു പ്രവണത. ആ ഒരു നല്ല ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അപ്പോൾ അയാൾക്ക് ചിലപ്പം മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു സിംഗിളായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് അയാൾ നല്ലൊരാളാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള രീതിയിൽ എടുക്കുന്നതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ എന്നെപ്പോലെയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ എ ടെൻഡൻസി ടു തിങ്ക് ദാറ്റ് അതർ പേഴ്സൺ ജസ്റ്റ് ലൈക്ക് മീ. അപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളായിട്ട് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് അയാൾ എന്നെപ്പോലെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻസ് എന്ന് പറയുക. നമ്മൾ ഒരു പ്രൊജക്ഷനാണ് അവരെന്ന് തോന്നിക്കുക. പിന്നെ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടെൻഡൻസി ടു ഇൻ്റർപ്രറ്റ് തിങ്സ് on the basis of interest, attitudes and experience. ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡ്സും എക്സ്പീരിയൻസും ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനുള്ള ഒരു പെർസെപ്ഷനാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുക. അപ്പോൾ ആളുടെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആളോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആളുടെ ബാക്കിയുള്ള നെഗറ്റീവ് സൈഡ് കാണാതെ അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി വേസ് ടു ഡെവലപ്പ് എ ഗുഡ് പെർസെപ്ഷൻ സ്കിൽ. നല്ല ഒരു പെർസെപ്ഷൻ സ്കില്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നോയിങ് വൺ സെൽഫ് അക്യുറേറ്റ്ലി. സ്വയം കൃത്യമായിട്ട് നമ്മൾ അറിയാം എന്താണ് നമ്മൾ എന്നുള്ളത്. നമ്മൾ സെൽഫായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കാം. വൺ ഷുഡ് നോ ഹിസ് സ്ട്രെങ്ത്സ്, വീക്ക്നെസ്, ബിലീഫ്സ്, വാല്യൂസ് എക്സെട്ര. ഇപ്പം ഒരാൾ തൻ്റെ ശക്തിയും ബലഹീനതയും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളെ ശക്തി എന്താണ്, നമ്മളെ ബലഹീനത എന്താണ്, നമ്മളെ വിശ്വാസം എന്താണ്, നമ്മളുടെ വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനവൻ തന്നെ അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം നമ്മളെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കുക. വൺ മോർ അക്യുറേറ്റ്ലി എ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ് മോർ അക്യുറേറ്റ്ലി ഹി ക്യാൻ പെർസീവ് അതേഴ്സ്. ഒരു വ്യക്തി സ്വയം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ
അയാൾക്ക് പിന്നെ ഹിംസെൽഫ്, അതായത് the more accurately a person understand himself, the more accurately he can perceive others. അയാൾക്ക് എത്രത്തോളം അയാളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ അയാൾക്ക് മറ്റൊരാളെയും മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് എംപതിയാണ്. എംപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഫീലിംഗ് ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരുടെ ഫീലിങ്സും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനെയാണ് എംപതി എന്ന് പറയുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇറ്റ് ഈസ് എ ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ പെർസെപ്ഷൻ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരാളെ കുറിച്ചിട്ടുള്ള ഇംപ്രഷനെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് വെൻ വി ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുക, എങ്ങനെയാണ് മനസ്സിലാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അയാളുമായിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് അവരുമായിട്ടൊരു നല്ലൊരു മനോഭാവം ഉള്ളപ്പോൾ അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ പോസ്റ്റ്പോൺ ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ളൊരു ഇംപ്രഷന് പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക. ഇറ്റ് ഈസ് അവർ നാച്ചുറൽ ടെൻഡൻസി ടു ഫോം ഇംപ്രഷൻ അബൌട്ട് അതേഴ്സ് ക്വിക്ക്ലി. റൈദർ വി ഷുഡ് ഗ്യാദർ മോർ ഇൻഫർമേഷൻ അബൌട്ട് അതേഴ്സ് ബിഫോർ ഫോമിങ് ആൻ ഇംപ്രഷൻ. അതായത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ടെൻഡൻസിയാണ്. മറ്റുള്ളവരെ കുറിച്ച് പെട്ടെന്ന് മതിപ്പുണ്ടാകും. നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ കാണുമ്പോൾ നല്ലൊരു, ഇപ്പോൾ ക്രഷ് അടിക്കുക എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ കാണുമ്പോൾ ഒരു മതിപ്പുണ്ടാകും. ബട്ട് പകരം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ ബാക്കിയുള്ളവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയുള്ള ടെൻഡൻസി നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് നല്ലത്. അതിനേക്കാളും മുന്നേ നമ്മൾ അയാളെക്കുറിച്ചിട്ടോ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. വി ഷുഡ് ടേക്ക് കെയർ ദാറ്റ് മെസ്സേജ് ഷുഡ് റീച്ച് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് മാനർ. അതായത് ഒരു മെസ്സേജ് നമ്മൾ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിരിക്കണം. അതേപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള മാനറിലായിരിക്കണം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക. പിന്നെ കമ്പയറിങ് വിത്ത് ഓതേഴ്സ്, വി ഷുഡ് അവോയ്ഡ് കമ്പയറിങ് വിത്ത് ഓൺ പെർസെപ്ഷൻ വിത്ത് ഓതേഴ്സ്. നമ്മൾ മുന്നേ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സെൽഫായിട്ടുള്ള ഒരു വിശ്വാസം വേണം, ഒരു ബിലീഫ് വേണം. അപ്പം നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്, നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം. പിന്നെ ഡൈവേഴ്സ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇപ്പോൾ ഇന്നത്തെ സ്ഥാപനങ്ങൾ, ടുഡേയ്സ് ഓർഗനൈസേഷൻ ഹാവ് ഡൈവേഴ്സ്ഡ് ആക്ടിവിറ്റീസ്. ഇന്നത്തെ സ്ഥാപനങ്ങളൊക്കെ ഒത്തിരി ഡൈവേഴ്സ് ആയിട്ടുള്ള വൈവിധ്യമാർന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ദർ ആർ സോ മെനി പേഴ്സൺസ് വിത്ത് ഡിഫറെൻറ്റ് സ്കിൽസ് ആൻഡ് പെർസെപ്ഷൻസ്. ഒത്തിരി ആൾക്കാർ ഒത്തിരി ധാരണകളുള്ള, വ്യത്യസ്തമായ ധാരണകളുള്ള, ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസും ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സോ മാനേജ്മെൻറ്റ് ഷുഡ് കണ്ടക്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ടു ഹെൽപ്പ് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ആൻഡ് ഡെവലപ്പ് ഗുഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ വെക്കാം. എംപ്ലോയീസിനെ പരസ്പരം മനസ്സിലാക്കാനും അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് നല്ലൊരു പെർസെപ്ഷൻ, നല്ല രീതിയിൽ നമുക്ക് പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ നമുക്ക് ഗുഡ് പെർസെപ്ഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സായിട്ട് വരുന്നത്. സോ ഗൈസ്, ബൈ.